എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. പക്ഷേ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ നോക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല, പക്ഷേ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി സ്വന്തമാക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി എല്ലാ തലത്തിലും സ്നേഹിച്ചും രമ്യതയിലൂടെയും ആക്രമിച്ചും എന്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം കാണിച്ചും ഭയപ്പെടുത്തിയും നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹമല്ല, അവരുടെ ദുരാഗ്രഹമാണെന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റി എപ്പോഴും ആ ജീവിതത്തിൽ അലോസരങ്ങൾ സൃഷ്ടിച്ച് അവിടെ കയറിപ്പറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ആരെയും സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം ഒരാഗ്രഹമായിട്ടാണ് ആ വ്യക്തി നടക്കുന്നത്. ആ വ്യക്തിയോട് നിങ്ങളുടെ വ്യക്തി നോ മാത്രമേ പറയുള്ളൂ. നിങ്ങളോട് മാത്രമേ ആ വ്യക്തി യെസ് പറയുള്ളൂ. ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ചിലവഴിച്ച് സന്തോഷിച്ച് ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ച് ആദ്യം ആ വ്യക്തിക്ക് കൃത്യമായ രൂപരേഖയൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് ആ വ്യക്തിക്ക് മനസ്സിലായി, ചിലർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടുപ്പിച്ചും തകർത്തും നശിപ്പിച്ചും നിങ്ങളെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നറിയാം. പക്ഷെ ആ വ്യക്തിയുടെ അടുത്ത് അതൊന്നും വില പോകില്ല. ആ വ്യക്തി നിങ്ങളെ ഹൃദയതുല്യം സ്നേഹിക്കുന്നു. രാത്രികാലങ്ങളിൽ നിങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കുന്നു. ആ വ്യക്തിക്ക് പകലിൽ ഒരുപാട് പേരോട് സൗഹൃദം ഉണ്ടാവാം, നിങ്ങളല്ലാത്ത ഒരുപാട് പേരോട്. പക്ഷെ രാത്രികാലങ്ങളിൽ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട് മാത്രം സ്നേഹമുള്ളൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. അങ്ങനെയാണ് ആ വ്യക്തി. നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തിയുടെ ചിന്ത. നിങ്ങളോടൊപ്പം ഒരു ജീവിതം, നിങ്ങൾക്ക് സംരക്ഷണം നൽകുക, നിങ്ങളാൽ സംരക്ഷണം കിട്ടുക, അങ്ങനെ ഉള്ള ആഗ്രഹമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഒരു കളങ്കമില്ലാത്ത സ്നേഹമാണ് ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വിലപ്പെട്ടതുമായ എന്തും ഇല്ലാതെ ആക്കാൻ, അല്ലെങ്കിൽ എല്ലാം വെടിയാൻ ആ വ്യക്തിക്ക് ഇഷ്ടമാണ്, ആഗ്രഹമാണ്. അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ആ വ്യക്തിക്ക് മതി, മറ്റൊന്നും വേണ്ട. എത്ര വലിയ സമ്പാദ്യങ്ങളും എത്ര വലിയ സൗഹൃദങ്ങളും നിങ്ങൾക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ ആ വ്യക്തിക്ക് കഴിയും. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി. ആ വ്യക്തി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വെറുതെ അല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. കേവലം നിങ്ങളെ വെറുതെ സ്നേഹിക്കുന്നതിന് പകരം നിങ്ങളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു വലിയ പ്രകാശമാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി എത്ര വലിയ സൗഭാഗ്യത്തെയും ഇല്ലാതാക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ ആ വ്യക്തിക്ക് കഴിയും. കാരണം അത് നിങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങളെ മാത്രമാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളുടെ മഹാഭാഗ്യമാണ്. ലോകത്ത് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം ആ വ്യക്തിയിൽ സിദ്ധിച്ചതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ആ വ്യക്തിയുടെ മഹാത്മ്യം, ആ വ്യക്തിയുടെ നന്മ, ഇതെല്ലാം നിങ്ങൾ വളരെ വൈകി മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. പക്ഷേ പോസിറ്റീവ് എനർജിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിനെ ലഭിക്കുകയും ആ വ്യക്തിയെ സ്നേഹിക്കാനും ആ വ്യക്തിയോടൊപ്പം ചേർന്ന് ജീവിക്കാനൊക്കെ അനുഗ്രഹം ലഭിക്കുന്നു. അത് മറ്റാർക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹം. അതിലൊരുപാട് പേർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകാം. കാരണം
അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി ഉറപ്പ് തന്ന ഒരു അനുഗ്രഹം മാത്രമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.